എല്ലാ കൂട്ടുകാർക്കും സ്മാർട്ട് ക്ലാസ് PSCയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. PSC പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടി നവോത്ഥാന നായകന്മാരെക്കുറിച്ചുള്ള ഒരു സീരീസാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മളുടെ 12ാമത്തെ ക്ലാസ് ആണ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നവോത്ഥാന നായകന്മാരിൽ പ്രമുഖരായ മന്നത്ത് പത്മനാഭനെക്കുറിച്ചും കെ കേളപ്പനെക്കുറിച്ചും അത്യാവശ്യം വേണ്ടുന്ന പോയിന്റുകളാണ്. ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് പ്രയോജനകരമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മന്നത്ത് പത്മനാഭനെ കുറിച്ചിട്ടാണ്. മന്നത്ത് പത്മനാഭൻ്റെ കാലഘട്ടം 1878 മുതൽ 1970 വരെ. മന്നത്ത് പത്മനാഭൻ്റെ കാലഘട്ടം 1878 മുതൽ 1970 വരെ. മന്നത്ത് പത്മനാഭൻ ജനിച്ചത് 1878 ജനുവരി 2-നാണ്. മന്നത്ത് പത്മനാഭൻ ജനിച്ചത് 1878 ജനുവരി 2-നാണ്. മന്നത്ത് പത്മനാഭൻ ജനിച്ച സ്ഥലം, മന്നത്ത് പത്മനാഭൻ്റെ ജന്മസ്ഥലം എവിടെയാണ്? കോട്ടയം ജില്ലയിലെ പെരുന്ന. കോട്ടയം ജില്ലയിലെ പെരുന്നയിലാണ് മന്നത്ത് പത്മനാഭൻ ജനിച്ചത്. മന്നത്ത് പത്മനാഭൻ്റെ പിതാവാണ് ഈശ്വരൻ നമ്പൂതിരി. മന്നത്ത് പത്മനാഭൻ്റെ മാതാവാണ് മന്നത്ത് പാർവതി അമ്മ. കേരളത്തിലെ മദൻ മോഹൻ മാളവ്യ എന്നറിയപ്പെടുന്നത് മന്നത്ത് പത്മനാഭനാണ്. അപ്പോൾ മന്നത്ത് പത്മനാഭൻ്റെ വിശേഷണം എന്താണ്? കേരളത്തിലെ മദൻ മോഹൻ മാളവ്യ. കേരളത്തിലെ മദൻ മോഹൻ മാളവ്യ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് മന്നത്ത് പത്മനാഭൻ. കേരളത്തിലെ മദൻ മോഹൻ മാളവ്യ എന്ന മന്നത്ത് പത്മനാഭനെ വിശേഷിപ്പിച്ചതാരാണ്? സർദാർ KM പണിക്കർ. അപ്പോൾ കേരളത്തിലെ മദൻ മോഹൻ മാളവ്യ എന്ന മന്നത്ത് പത്മനാഭനെ വിശേഷിപ്പിച്ച വ്യക്തിയാണ് സർദാർ KM പണിക്കർ. നായർ സർവീസ് സൊസൈറ്റിയുടെ ആസ്ഥാനം പെരുന്നയാണ്. അതായത് NSSൻ്റെ ആസ്ഥാനം എവിടെയാണ്? കോട്ടയം ജില്ലയിലെ പെരുന്ന. NSSൻ്റെ ആദ്യ പ്രസിഡന്റാണ് കെ കേളപ്പൻ. NSSൻ്റെ ആദ്യത്തെ പ്രസിഡന്റാണ് കെ കേളപ്പൻ. NSSൻ്റെ ആദ്യ സെക്രട്ടറിയാണ് മന്നത്ത് പത്മനാഭൻ. അപ്പോൾ NSSൻ്റെ ആദ്യത്തെ പ്രസിഡന്റ് ആരാണ്? പ്രസിഡന്റ് കെ കേളപ്പനാണ്. സെക്രട്ടറി മന്നത്ത് പത്മനാഭനാണ്. നായർ സർവീസ് സൊസൈറ്റിയുടെ ആദ്യ പേര് നായർ ഹൃദ്യജന സംഘം. നായർ ഹൃദ്യജന സംഘം എന്ന പേര് നിർദ്ദേശിച്ചത് ആരാണ്? കെ കണ്ണൻ നായർ. കെ കണ്ണൻ നായരാണ് നായർ ഹൃദ്യജന സംഘം എന്ന പേര് നിർദ്ദേശിച്ചത്. നായർ ഹൃദ്യജന സംഘം നായർ സർവീസ് സൊസൈറ്റി എന്ന പേര് സ്വീകരിച്ച വർഷം 1915. 1915-ലാണ് നായർ ഹൃദ്യജന സംഘം നായർ സർവീസ് സൊസൈറ്റി എന്ന പേര് സ്വീകരിച്ചത്. നായർ സർവീസ് സൊസൈറ്റി എന്ന പേര് നിർദ്ദേശിച്ചത് പരമുപിള്ളയാണ്. നായർ സർവീസ് സൊസൈറ്റി എന്ന പേര് നിർദ്ദേശിച്ച വ്യക്തിയാണ് പരമുപിള്ള. NSSൻ്റെ മുഖപത്രമാണ് സർവീസ്. NSSൻ്റെ മുഖപത്രമാണ് സർവീസ്. എന്നാണ് വർഷം? 1919. സർവീസ് മുഖപത്രം ആരംഭിച്ച സ്ഥലം കറുകച്ചാലാണ്. സർവീസ് മുഖപത്രം ആരംഭിച്ചത് അല്ലെങ്കിൽ സർവീസ് മുഖപത്രം എവിടെ നിന്നാണ് ആരംഭിച്ചത്? എവിടെ നിന്നാണ്? കറുകച്ചാൽ. NSS രൂപം നൽകിയ രാഷ്ട്രീയ പ്രസ്ഥാനമാണ് നാഷണൽ ഡെമോക്രാറ്റിക് പാർട്ടി അല്ലെങ്കിൽ NDP. എന്താണ്? NSS രൂപം നൽകിയ രാഷ്ട്രീയ പ്രസ്ഥാനമാണ് നാഷണൽ ഡെമോക്രാറ്റിക് പാർട്ടി. നാഷണൽ ഡെമോക്രാറ്റിക് പാർട്ടി അല്ലെങ്കിൽ NDP. ഭാരത കേസരി എന്നറിയപ്പെടുന്നത് മന്നത്ത് പത്മനാഭൻ. ഭാരത കേസരി എന്നറിയപ്പെടുന്നത് മന്നത്ത് പത്മനാഭനാണ്. മന്നത്ത് പത്മനാഭൻ്റെ പ്രവർത്തന ഫലമായി രൂപം കൊണ്ട സംഘടനയാണ് NSS അല്ലെങ്കിൽ നായർ സർവീസ് സൊസൈറ്റി. നായർ സർവീസ് സൊസൈറ്റി രൂപം കൊണ്ടത് 1914 ഒക്ടോബർ 31. നായർ സർവീസ് സൊസൈറ്റി രൂപം കൊണ്ടത് 1914 ഒക്ടോബർ 31. ഗോഖലെയുടെ സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ മാതൃകയിൽ രൂപീകരിക്കപ്പെട്ട സംഘടനയാണ് NSS. എന്താണ്? ഗോഖലെയുടെ സെർവൻറ്റ് ഓഫ് ഇന്ത്യ സൊസൈറ്റി. ഗോഖലെയുടെ സെർവൻറ്റ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ മാതൃകയിൽ രൂപീകരിക്കപ്പെട്ട സംഘടനയാണ് NSS. 1959 EMS മന്ത്രിസഭയ്ക്കെതിരെ വിമോചന സമരത്തിന് നേതൃത്വം നൽകിയത് മന്നത്ത് പത്മനാഭൻ.
1959 EMS മന്ത്രിസഭയ്ക്കെതിരെ വിമോചന സമരത്തിന് നേതൃത്വം നൽകിയ നവോത്ഥാന നായകനാണ് മന്നത്ത് പത്മനാഭൻ. മലയാളി സഭ, കേരളീയ നായർ സംഘടന എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന സംഘടനയാണ് NSS. ഇതാണ് മലയാളി സഭ, കേരളീയ നായർ സംഘടന എന്നീ പേരുകളിൽ അറിയപ്പെട്ട സംഘടനയാണ് NSS. NSSന്റെ ആദ്യ സ്കൂൾ സ്ഥാപിച്ച സ്ഥലം കോട്ടയം ജില്ലയിലെ കറുകച്ചാൽ. NSSന്റെ ആദ്യ സ്കൂൾ സ്ഥാപിച്ച സ്ഥലം എവിടെയാണ്? കോട്ടയം ജില്ലയിലെ കറുകച്ചാൽ. കറുകച്ചാൽ NSS സ്കൂളിന്റെ ആദ്യ ഹെഡ് മാസ്റ്റർ ആയിരുന്നു K. കേളപ്പൻ. കറുകച്ചാൽ NSS സ്കൂളിന്റെ ആദ്യ ഹെഡ് മാസ്റ്റർ ആയിരുന്നു K. കേളപ്പൻ. അപ്പോൾ K. കേളപ്പൻ ആരാണ്? NSSന്റെ ആദ്യ പ്രസിഡന്റ് ആയിരുന്നു K. കേളപ്പൻ. NSSന്റെ ആദ്യ പ്രസിഡന്റ് ആയിരുന്നു K. കേളപ്പൻ. സെക്രട്ടറി ആരായിരുന്നു? സെക്രട്ടറി മന്നത്ത് പത്മനാഭനായിരുന്നു. NSSന്റെ ആദ്യ ആശുപത്രി സ്ഥാപിച്ചത് പന്തളം. പത്തനംതിട്ട ജില്ലയിലെ പന്തളത്താണ് NSSന്റെ ആദ്യ ആശുപത്രി സ്ഥാപിച്ചത്. NSSന്റെ ഉൽപ്പന്ന പിരിവിന് വീടുവീടാന്തരം കയറി ഇറങ്ങുമ്പോൾ പാടാനായി രചിച്ച പ്രാർത്ഥനാ ഗാനമാണ് അഖിലാണ്ട മണ്ഡലം അണിയിച്ചൊരുക്കി. ഇതാണ് NSSന്റെ ഉൽപ്പന്ന പിരിവിന് വീടുവീടാന്തരം കയറി ഇറങ്ങുമ്പോൾ പാടാനായി രചിച്ച പ്രാർത്ഥനാ ഗാനമാണ് അഖിലാണ്ട മണ്ഡലം അണിയിച്ചൊരുക്കി. അഖിലാണ്ട മണ്ഡലം അണിയിച്ചൊരുക്കി എന്ന പ്രാർത്ഥനാ ഗീതം രചിച്ചത് പന്തളം KP രാമൻപിള്ളയാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അഖിലാണ്ട മണ്ഡലം അണിയിച്ചൊരുക്കി എന്ന പ്രാർത്ഥനാ ഗീതം രചിച്ചത് ആരാണ്? പന്തളം KP രാമൻപിള്ള. കേരളീയ നായർ സമാജം സ്ഥാപിച്ചത് 1907. കേരളീയ നായർ സമാജം സ്ഥാപിച്ചത് 1907 വിമോചന സമരം ആരംഭിച്ചത് 1959 ജൂൺ 12. വിമോചന സമരം ആരംഭിച്ചതെന്നാണ്? 1959 ജൂൺ 12. NSSന്റെ ആദ്യ കരയോഗം സ്ഥാപിതമായത് തട്ടയിൽ. NSSന്റെ ആദ്യ കരയോഗം സ്ഥാപിതമായത് എവിടെയാണ്? തട്ടയിലാണ്. 1929 തട്ടയിലാണ്. ഈ തട്ട എവിടെയാണ്? ഇത് പത്തനംതിട്ട ജില്ലയിലെ സ്ഥലമാണ് തട്ട. ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആയിരുന്നു മന്നത്ത് പത്മനാഭൻ. ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആയിരുന്നു മന്നത്ത് പത്മനാഭൻ. കൊച്ചിയിലെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അംഗമായ ആദ്യ വനിതയാണ് തോട്ടക്കാട് മാധവിയമ്മ. കൊച്ചി ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അംഗമായ ആദ്യ വനിതയാണ് തോട്ടക്കാട്ട് മാധവിയമ്മ. അപ്പോൾ തോട്ടക്കാട്ട് മാധവിയമ്മ ആരാണ്? മന്നത്ത് പത്മനാഭന്റെ ഭാര്യയാണ് തോട്ടക്കാട്ട് മാധവിയമ്മ. അതേപോലെ തന്നെ 1929 നടന്ന NSSന്റെ ആദ്യ വനിതാ സമ്മേളനത്തിൽ അധ്യക്ഷയായിരുന്നതും ആര് തന്നെയാണ്? തോട്ടക്കാട്ട് മാധവിയമ്മ തന്നെയാണ്. എന്താണ്? 1929 നടന്ന NSSന്റെ ആദ്യ വനിതാ സമ്മേളനത്തിന്റെ അധ്യക്ഷ ആരായിരുന്നു? തോട്ടക്കാട്ട് മാധവിയമ്മയായിരുന്നു. താലികെട്ട് കല്യാണം എന്ന ശൈശവ വിവാഹം നിർത്തലാക്കിയ സാമൂഹ്യ പരിഷ്കർത്താവാണ് മന്നത്ത് പത്മനാഭൻ. താലികെട്ട് കല്യാണം എന്ന ശൈശവ വിവാഹം നിർത്തലാക്കിയ സാമൂഹ്യ പരിഷ്കർത്താവാണ് മന്നത്ത് പത്മനാഭൻ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ആദ്യ പ്രസിഡന്റ് ആയിരുന്നു മന്നത്ത് പത്മനാഭൻ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ആദ്യ പ്രസിഡന്റ് ആയിരുന്നു മന്നത്ത് പത്മനാഭൻ. എന്നാണ്? 1949-50 വർഷം. 1949-1950. മന്നത്ത് പത്മനാഭന് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിൽ നിന്നും ഭാരത കേസരി ബഹുമതി ലഭിച്ച വർഷം 1959. മന്നത്ത് പത്മനാഭന് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിൽ നിന്നും ഭാരത കേസരി എന്ന ബഹുമതി ലഭിച്ച വർഷമാണ് 1959. മന്നത്ത് പത്മനാഭന് പത്മഭൂഷൺ ലഭിച്ച വർഷമാണ് 1966. മന്നത്ത് പത്മനാഭന് പത്മഭൂഷൺ ലഭിച്ച വർഷമാണ് 1966. മന്നത്ത് പത്മനാഭന്റെ ഒരു കൃതിയാണ് പഞ്ചകല്യാണി നിരൂപണം.
മന്നത്ത് പത്മനാഭന്റെ ഒരു കൃതിയാണ് പഞ്ചകല്യാണി നിരൂപണം. മന്നത്ത് പത്മനാഭന്റെ ആത്മകഥയാണ് എൻ്റെ ജീവിത സ്മരണകൾ. PSC ഒരുപാട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. മന്നത്ത് പത്മനാഭന്റെ ആത്മകഥയാണ് എൻ്റെ ജീവിത സ്മരണകൾ. എൻ്റെ ജീവിത സ്മരണകൾ എന്നാണ്. വർഷം 1957. മന്നത്ത് പത്മനാഭൻ അന്തരിച്ചത് 1970 ഫെബ്രുവരി 25-നാണ്. മന്നത്ത് പത്മനാഭൻ അന്തരിച്ചത് 1970 ഫെബ്രുവരി 25-നാണ്. മന്നത്ത് പത്മനാഭനോടുള്ള ആദരസൂചകമായി തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം 1989. മന്നത്ത് പത്മനാഭനോടുള്ള ആദരസൂചകമായി തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം എന്നാണ്? 1989. വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗമായി സവർണജാഥ നയിച്ചത് മന്നത്ത് പത്മനാഭനാണ്. വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗമായി സവർണജാഥ നയിച്ചതാരാണ്? മന്നത്ത് പത്മനാഭൻ. അപ്പോൾ എവിടെ മുതൽ എവിടെ വരെയായിരുന്നു സവർണജാഥ? വൈക്കം മുതൽ തിരുവനന്തപുരം വരെ. വൈക്കം മുതൽ തിരുവനന്തപുരം വരെ സവർണജാഥ നയിച്ച നവോത്ഥാന നായകനാണ് മന്നത്ത് പത്മനാഭൻ. വിമോചന സമരത്തിന്റെ ഭാഗമായി ജീവശിഖാജാഥ നയിച്ചതാരാണ്? മന്നത്ത് പത്മനാഭനാണ്. എവിടെ മുതൽ എവിടെ വരെ ആയിരുന്നു? അങ്കമാലി മുതൽ തിരുവനന്തപുരം വരെ. അങ്കമാലി മുതൽ തിരുവനന്തപുരം വരെ ജീവശിഖാജാഥ നയിച്ച നവോത്ഥാന നായകനാണ് മന്നത്ത് പത്മനാഭൻ. ആർ ശങ്കറും മന്നത്ത് പത്മനാഭനും ചേർന്ന് രൂപീകരിച്ച പാർട്ടിയാണ് ഡെമോക്രാറ്റിക് കോൺഗ്രസ് പാർട്ടി. ആരൊക്കെയാണ്? ആർ ശങ്കറും മന്നത്ത് പത്മനാഭനും കൂടി ചേർന്ന് രൂപീകരിച്ച ഒരു പാർട്ടിയാണ് ഡെമോക്രാറ്റിക് കോൺഗ്രസ് പാർട്ടി. എന്നാണ്? വർഷം 1950. മന്നത്ത് പത്മനാഭൻ ആർ ശങ്കറിന്റെ സഹായത്തോടു കൂടി സ്ഥാപിച്ച സംഘടനയാണ് ഹിന്ദു മഹാമണ്ഡലം. എന്താണ്? മന്നത്ത് പത്മനാഭൻ ആർ ശങ്കറിന്റെ സഹായത്തോടു കൂടി സ്ഥാപിച്ച സംഘടനയാണ് ഹിന്ദു മഹാമണ്ഡലം. അടുത്തത് PSCയുടെ 2 പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. 1947 മുതുകുളം പ്രസംഗം നടത്തിയത് മന്നത്ത് പത്മനാഭനാണ്. 1935 കോഴഞ്ചേരി പ്രസംഗം നടത്തിയത് ആരാണ്? C. കേശവനാണ്. എന്താണ്? 1947 മുതുകുളം പ്രസംഗം നടത്തിയത് മന്നത്ത് പത്മനാഭനാണ്. 1935 കോഴഞ്ചേരി പ്രസംഗം നടത്തിയത് C. കേശവനാണ്. അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് K. കേളപ്പനെ കുറിച്ചിട്ടാണ്. നവോത്ഥാന നായകന്മാരിൽ പ്രമുഖനായ K. കേളപ്പൻ. K. കേളപ്പന്റെ കാലഘട്ടം 1889 മുതൽ 1971 വരെയായിരുന്നു. K. കേളപ്പന്റെ കാലഘട്ടം 1889 മുതൽ 1971 വരെയായിരുന്നു. K. കേളപ്പൻ ജനിച്ചത് 1889 ആഗസ്റ്റ് 24. K. കേളപ്പൻ ജനിച്ചത് 1889 ആഗസ്റ്റ് 24. കേളപ്പന്റെ ജന്മസ്ഥലം പയ്യോളിക്കടുത്ത് മുടാടി അല്ലെങ്കിൽ മുച്ചുകുന്ന് ഗ്രാമം. K. കേളപ്പന്റെ ജന്മസ്ഥലം പയ്യോളിക്കടുത്ത് മുടാടി അല്ലെങ്കിൽ മുച്ചുകുന്ന് ഗ്രാമം. വൈക്കം സത്യാഗ്രഹത്തിന്റെ നേതാവായിരുന്നു K. കേളപ്പൻ. വൈക്കം സത്യാഗ്രഹത്തിന്റെ നേതാവായിരുന്നു K. കേളപ്പൻ. വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ചുള്ള ഐത്തോച്ചാടന കമ്മിറ്റി അധ്യക്ഷനായിരുന്നു K. കേളപ്പൻ. എന്താണ്? വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ചുള്ള ഐത്തോച്ചാടന കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്നു K. കേളപ്പൻ. ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്നു K. കേളപ്പൻ. ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ സെക്രട്ടറി ആരായിരുന്നു? K. കേളപ്പനായിരുന്നു. 1932 ഗുരുവായൂർ ക്ഷേത്ര സന്നിധിയിൽ നടത്തിയ നിരാഹാര സത്യാഗ്രഹം ആരുടെ അഭ്യർത്ഥന പ്രകാരമാണ് നിർത്തിയത്? ഗാന്ധിജിയുടെ. അപ്പോൾ 1932 K. കേളപ്പൻ ഗുരുവായൂർ ക്ഷേത്ര സന്നിധിയിൽ നടത്തിയ നിരാഹാര സമരം ആരുടെ അഭ്യർത്ഥന പ്രകാരമാണ് നിർത്തിയത്? ഗാന്ധിജിയുടെ അഭ്യർത്ഥന പ്രകാരമാണ് നിർത്തിയത്. 1930 കോഴിക്കോട് നിന്ന് പയ്യന്നൂരിലേക്ക് ഉപ്പ് സത്യാഗ്രഹ ജാഥ നയിച്ചത് K. കേളപ്പനാണ്. 1930 കോഴിക്കോട് നിന്ന് പയ്യന്നൂരിലേക്ക് ഉപ്പ് സത്യാഗ്രഹ ജാഥ നയിച്ചത് ആരാണ്? K. കേളപ്പൻ.
അങ്ങാടിപ്പുറം തളിക്ഷേത്ര സമരം, തിരുനാവായയിൽ നിരാഹാര സത്യാഗ്രഹം എന്നിവ നയിച്ച നേതാവാണ് കെ കേളപ്പൻ. അങ്ങാടിപ്പുറം തളിക്ഷേത്ര സമരം, തിരുനാവായയിൽ നിരാഹാര സത്യാഗ്രഹം എന്നിവ നയിച്ച നേതാവാണ് കെ കേളപ്പൻ. പത്മശ്രീ നിരസിച്ച മലയാളിയാണ് കെ കേളപ്പൻ. പത്മശ്രീ നിരസിച്ച മലയാളിയാണ് കെ കേളപ്പൻ. തവനൂർ റൂറൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചത് കെ കേളപ്പനാണ്. തവനൂർ റൂറൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചത് കെ കേളപ്പനാണ്. മലപ്പുറം ജില്ല രൂപീകരിച്ചപ്പോൾ കൊച്ചു പാകിസ്ഥാൻ സൃഷ്ടിക്കുകയാണ് എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? കെ കേളപ്പനാണ്. എന്നാണ് മലപ്പുറം ജില്ല രൂപീകരിച്ചപ്പോൾ കൊച്ചു പാകിസ്ഥാൻ സൃഷ്ടിക്കുകയാണ് എന്ന് അഭിപ്രായപ്പെട്ട നവോത്ഥാന നായകനാണ് കെ കേളപ്പൻ. കോൺഗ്രസിൽ നിന്ന് വിരമിച്ച് സർവോദയ പ്രസ്ഥാനത്തിൽ ചേർന്ന നവോത്ഥാന നായകനാണ് കെ കേളപ്പൻ. കോൺഗ്രസിൽ നിന്ന് വിരമിച്ച് സർവോദയ പ്രസ്ഥാനത്തിൽ ചേർന്ന നവോത്ഥാന നായകനാണ് കെ കേളപ്പൻ. കെ കേളപ്പൻ മാതൃഭൂമി പത്രത്തിന്റെ പത്രാധിപരായിരുന്ന വർഷങ്ങൾ 1929, 1932. കെ കേളപ്പൻ മാതൃഭൂമി പത്രത്തിന്റെ പത്രാധിപരായിരുന്ന വർഷങ്ങൾ ഏതൊക്കെയാണ്? 1929, 1932. 1952 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കെ കേളപ്പൻ പ്രതിനിധീകരിച്ച മണ്ഡലമാണ് പൊന്നാനി. 1952 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കെ കേളപ്പൻ പ്രതിനിധീകരിച്ച മണ്ഡലമാണ് പൊന്നാനി. കേളപ്പൻ 1952 പ്രതിനിധീകരിച്ച പാർട്ടിയാണ് കിസാൻ മസ്ദൂർ പ്രജാ പാർട്ടി. എന്നാണ് കെ കേളപ്പൻ 1952 പ്രതിനിധീകരിച്ച പാർട്ടിയാണ് കിസാൻ മസ്ദൂർ പ്രജാ പാർട്ടി. കെ കേളപ്പൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട വർഷം 1990. കെ കേളപ്പൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട വർഷമാണ് 1990. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്ത് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്നു കെ കേളപ്പൻ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്ത് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്നു കെ കേളപ്പൻ. കെ കേളപ്പൻ അന്തരിച്ച വർഷം 1971 ഒക്ടോബർ 7. കെ കേളപ്പൻ അന്തരിച്ച വർഷം എന്നാണ് 1971 ഒക്ടോബർ 7. കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് കെ കേളപ്പൻ. അപ്പോൾ കെ കേളപ്പന്റെ ഒരു വിശേഷണമാണ് കേരള ഗാന്ധി. അപ്പോൾ മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? മയ്യഴി ഗാന്ധി ഐ കെ കുമാരൻ മാസ്റ്റർ ആണ്. മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്നത് ഐ കെ കുമാരൻ മാസ്റ്റർ ആണ്. പൊന്നാനി ഗാന്ധി എന്നറിയപ്പെടുന്നത് കെ വി രാമൻ മേനോനാണ്. പൊന്നാനി ഗാന്ധി എന്നറിയപ്പെടുന്നത് കെ വി രാമൻ മേനോനാണ്. പൊന്നാനി ഗാന്ധി എന്നറിയപ്പെടുന്നത് കെ വി രാമൻ മേനോൻ. കേരള സുഭാഷ് ചന്ദ്രബോസ് എന്നറിയപ്പെടുന്നത് അബ്ദുൾ റഹ്മാൻ സാഹിബാണ്. കേരള സുഭാഷ് ചന്ദ്രബോസ് എന്നറിയപ്പെടുന്നത് ആരാണ്? അബ്ദുൾ റഹ്മാൻ സാഹിബ്. കേരള എബ്രഹാം ലിങ്കൺ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് പണ്ഡിറ്റ് കെ പി കറുപ്പൻ. കേരള എബ്രഹാം ലിങ്കൺ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആരാണ്? പണ്ഡിറ്റ് കെ പി കറുപ്പൻ. കേരള നെഹ്റു എന്നറിയപ്പെടുന്നത് കോട്ടൂർ കുഞ്ഞികൃഷ്ണൻ നായരാണ്. കേരള നെഹ്റു എന്നറിയപ്പെടുന്നത് കോട്ടൂർ കുഞ്ഞികൃഷ്ണൻ നായരാണ്. കേരള മാർക്സ് എന്നറിയപ്പെടുന്നത് കെ ദാമോദരൻ. കേരള മാർക്സ് എന്നറിയപ്പെടുന്നത് കെ ദാമോദരൻ. NSSന്റെ സ്ഥാപക പ്രസിഡന്റ് ആയിരുന്നു കെ കേളപ്പൻ. NSSന്റെ സ്ഥാപക പ്രസിഡന്റ് ആയിരുന്നു കെ കേളപ്പൻ. വ്യക്തി സത്യാഗ്രഹത്തിന് ഗാന്ധിജി തിരഞ്ഞെടുത്ത ആദ്യ കേരളീയനാണ് കെ കേളപ്പൻ. വ്യക്തി സത്യാഗ്രഹത്തിന് ഗാന്ധിജി തിരഞ്ഞെടുത്ത ആദ്യ കേരളീയനായിരുന്നു കെ കേളപ്പൻ. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കെ കേളപ്പനാണ്. കേരളത്തിൽ പയ്യന്നൂരിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? കെ കേളപ്പനാണ്. ഹരിജനങ്ങൾക്ക് വേണ്ടി 1921 ഗോപാലപുരത്ത് കോളനി സ്ഥാപിച്ച നവോത്ഥാന നായകനാണ് കെ കേളപ്പൻ. ഹരിജനങ്ങൾക്ക് വേണ്ടി 1921 ഗോപാലപുരത്ത് കോളനി സ്ഥാപിച്ച നവോത്ഥാന നായകനാണ് കെ കേളപ്പൻ. താങ്ക് യു.